വരികൾ എഴുതി സ്വന്തമായി ട്യൂൺ ചെയ്ത് അവതരിപ്പിക്കുന്നു. ഞാൻ ചില ഗ്രൂപ്പുകളിലൊക്കെ അത് ഇട്ടായിരുന്നു അല്ലേ. അപ്പോൾ യൂണിവേഴ്സിറ്റി പഠിക്കുമ്പോൾ തന്നെ NN കക്കാട് പുരസ്കാരം നേടിക്കൊണ്ട് ഇന്നോളം സജീവമായി ഈ സാഹിത്യ സരണിയിൽ നിൽക്കുന്ന ഒരാളിനെ തന്നെ നമുക്ക് കിട്ടുകയും ഈ അന്തരീക്ഷത്തിന് തന്നെ എനിക്ക് തോന്നുന്നു ഈ വായുവിന് തന്നെ ഒരു മാനവികതയുടെ മണമുള്ളതായിട്ട് എനിക്ക് അദ്ദേഹത്തിൻ്റെ ക്ലാസ് കഴിഞ്ഞപ്പോൾ ഫീൽ ചെയ്തു. ഇവിടെ അദ്ദേഹം പറഞ്ഞ 2 വരികൾ അത് നമുക്ക് വിദ്യാരംഗത്തിൻ്റെ ആപ്തവാക്യം വരുന്നതാണ്. അതായത് നമ്മളിലുള്ള മനുഷ്യത്വത്തെ വളർത്തിയെടുക്കുക, പരിപോഷിപ്പിക്കുക എന്നുള്ളതാണ് വിദ്യാരംഗം കലാസാഹിത്യ വേദിയുടെ ആത്യന്തിക ലക്ഷ്യം. ആ ആത്യന്തിക ലക്ഷ്യത്തിൻ്റെ ഒരു ആപ്തവാക്യം പോലെയാണ് കൊല്ലരുത്, കൊല്ലപ്പെടരുത്. ഒരുപാട് അർത്ഥങ്ങളുള്ളതാണ്. ആ ഒരു ആശയവും ആപ്തവാക്യവും നിങ്ങളിലേക്ക് സന്നിവേശിപ്പിക്കാനും അദ്ദേഹത്തിൻ്റെ ഊർജം നിങ്ങളിലേക്ക് പകരാനും നിങ്ങളുടെ ഊർജം അദ്ദേഹത്തിലേക്ക് പകരാനും നിങ്ങളുടെ മനസ്സിലേക്ക് ഇറങ്ങി വരാനും ഈ ഒരു അവസരത്തിൽ കഴിഞ്ഞു. എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. സാർ എൻ്റെ അടുത്ത് പറഞ്ഞത് എന്നെ സാറെന്ന് വിളിക്കരുതെന്ന് പറഞ്ഞു. കാര്യം ഞാനൊരു നറേഷൻ അങ്ങോട്ട് ഇട്ടിരുന്നു. അപ്പോൾ അത് കേട്ടിട്ട് അദ്ദേഹം പറഞ്ഞു അത് ഉപയോഗിക്കരുത്. പിന്നെ ഇവിടെ സാധാരണ ഉദ്ഘാടനം കഴിഞ്ഞിട്ടാണ് കുട്ടികളുടെ പരിപാടി അവതരിപ്പിക്കുന്നത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു കുട്ടികൾ പരിപാടികൾ നടക്കട്ടെ, കുട്ടികളോട് സംവദിക്കുന്നതാണ്